ഈശോയുടെ തിരുഹൃദയം ഒരു അഭയസങ്കേതം. പാതകം ചെയ്ത പാപിക്ക് വിധികർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവോളം അഭയം നൽകുന്ന അഭയനഗരങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിലുടനീളം നാം കാണുന്നുണ്ട്. ജോർദാൻ നദിക്ക് അക്കരയും ഇക്കരയുമായി മനഃപൂർവ്വമല്ലാതെ നരഹത്യ ചെയ്തവന് അഭയസങ്കേതം ഒരുക്കിയ ദൈവം തമ്പുരാൻ. അവിടുന്ന് മനുഷ്യജന്മമെടുത്തപ്പോൾ പാപിക്കും പാതകിക്കും മനുഷ്യരാൽ തിരസ്കരിക്കപ്പെടുന്ന എല്ലാവർക്കും ഓടിച്ചെന്ന് അഭയം തേടുവാൻ കുരിശിൽ വെച്ച് മാറുപിളർന്ന് ആ മുറിവിലൂടെ ആ അഭയസങ്കേതത്തിലേക്കുള്ള വാതിൽ തുറന്നു തന്നു. ബലഹീനതകളുടെയും ദൗർബല്യങ്ങളുടെയും പാപത്തിൻ്റെയും ഒക്കെ ഭാരം പേറുന്നവരെ നോക്കിയാണ് അവൻ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ടവൾക്ക് അവൻ്റെ ഹൃദയം ഒരു അഭയസങ്കേതമായി. സമൂഹത്തിൽ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ട് മരണശിക്ഷ വരിച്ചവനാണ് അവൻ്റെ തുറന്ന ഹൃദയത്തിലൂടെ ആദ്യമായി പറുദീസയിലേക്ക് പ്രവേശിച്ചത്. നീതിമാന്മാരെക്കാൾ പാപികളെ തേടി വരുന്ന, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകുന്ന, മുറിവേറ്റതിനെ വച്ചുകെട്ടി തിരുഹൃദയത്തിലിരുത്തി പരിചരിക്കുന്ന യേശു, അവിടുത്തെ ഹൃദയം നമുക്ക് അഭയസങ്കേതമാണ്. നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും പാപത്തിൻ്റെ അവസ്ഥയിലും നമ്മോട് സഹതപിക്കുന്ന, അരികിലേക്ക് വിളിച്ച് ചേർത്തിരുത്തി നല്ല സമറായനായി തിരുഹൃദയത്തിൽ അഭയം നൽകുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് സ്വസ്ഥരാകാം. ആ അഭയസങ്കേതത്തിൽ ഭയമില്ലാതെ വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ എന്ന പ്രാർത്ഥനാമന്ത്രം നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ.